അങ്ങനെ ജാസ്മിനെയും ഗബ്രിയെയും സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി നിർത്താണ്. രണ്ടുപേരുടെയും മുന്നിൽ ഒരു കർട്ടൻ വെച്ച് മറിച്ചൊരു സ്ക്രീൻ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നും ബിഗ് ബോസിന് അനൗൺസ്മെന്റ് വരാണ്, രണ്ടുപേരിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ പുറത്താകുമെന്നുള്ളത്. ഇത് കേട്ടതും ജാസ്മിന് തീരെ അങ്ങ് നിക്കക്കളില്ലാണ്ടായി എന്നുള്ളതാണ്. ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ല എനിക്കിത് പറ്റില്ല, നമ്മളിൽ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ പുറത്തു പോയാലും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസിന് അടുത്ത അനൗൺസ്മെന്റ് വരികയാണ്, കർട്ടൻ മാറ്റുക, അതിന് പിന്നിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ട്, അയാൾ എവിക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവരവിടെ നിന്നും കർട്ടൻ മാറ്റുന്നു. അങ്ങനെ മാറ്റുന്ന സമയത്ത് കാണുന്ന എന്താണ്, കർട്ടന് പിന്നിലുള്ള ബോർഡിൽ ഗബ്രിയുടെ ഫോട്ടോ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, എവിക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് ഗബ്രി പുറത്തായിരിക്കുകയാണ്. ഇത് കണ്ടത് ജാസ്മിന്റെ റിലേ കട്ട എന്നുള്ളതാണ്. മാടമ്പള്ളിയിലെ മനോരോഗിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ എന്താക്കുന്നു, യാത്ര പോലും പറയാൻ സമ്മതിക്കാതെ ഗബ്രിയെ നേരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ടിവിയിൽ എല്ലാവരോടും ലാലേട്ടൻ ഗബ്രിയോട് യാത്ര പറയാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഗബ്രി ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് യാത്ര പറഞ്ഞു. പക്ഷെ അതിൽ ഒരാളുടെ പേര് മാത്രം വിളിച്ചില്ല. ആരുടേതാണ്? ജാസ്മിന്റെ പേര് മാത്രം. ഇത്രയും കാര്യം തന്നെ കൂടെ നിന്ന ജാസ്മിനോട് ഗബ്രി യാത്ര പോലും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്തായിരിക്കും കാരണം? നമുക്ക് അതിലേക്കൊക്കെ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു അവർ നോ ബിഗ് ബോസ് റിവ്യൂ ചാനൽ. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് മാത്രം തുടങ്ങിയ ചാനലാണ്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 56 എപ്പിസോഡുകൾ അഥവാ 55 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ? അറിയാലോ, ശനിയാഴ്ചത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഇന്നലെ വന്ന ഉടനെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യാണ്. എന്തൊക്കെയാണെന്ന്? ശ്രീധുവിന്റെ ബർത്ത്ഡേ, സായിയുടെ ഊരവേദന, രതീഷ് ഗസ്റ്റായി വന്ന ആദ്യത്തെ ആഴ്ച, അതുപോലെ തന്നെ ശ്രീരേഖന്റെ കരച്ചിൽ. അറിയാലോ, കഴിഞ്ഞ ആഴ്ച മൊത്തം ശ്രീരേഖ കരച്ചിലായിരുന്നു. അറിയാൻ എന്ത് കാരണം ഉണ്ടോന്ന് വെച്ചാണെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഇരുന്ന് കരി തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചറിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഗബ്രീനെ ലാലേട്ടൻ എഴുന്നേറ്റ് നിർത്തിക്കാണ്. എന്നാൽ ഗബ്രീനോട് ചോദിക്കുകയാണ്, എന്തിനായിരുന്നു ഗബ്രി പവർ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. അപ്പൊ അന്നേരം ഗബ്രി, എനിക്ക് എന്നെ കുറിച്ചുള്ള ജനങ്ങളുടെ വിധി എന്താണെന്ന് അറിയണം, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ജനങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണം, ജനങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അന്നേരം ലാലേട്ടൻ, മോൻ എന്തിനായിരുന്നു ഈ പണി ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഗബ്രീനെ പുറത്താക്കുന്നതിന് ലാലേട്ടന് നല്ല സങ്കടം ഉണ്ട് എന്നുള്ളത്. മര്യാദയ്ക്ക് ആ പവർ ടീമിൽ തന്നെ തുടരാമായിരുന്നില്ല, അതാകുമ്പോൾ എവിക്സിലേക്കുള്ള നോമിനേഷനിലേക്ക് വരില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴും ഗബ്രി, ഇല്ല ലാലേട്ടൻ, എനിക്ക് ജനവിധി അറിയണം എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചിക്കണം. ലാസ്റ്റ് ജനവിധി അറിയിക്കുകയും ചെയ്തു കേട്ടോ. അറിയാലോ, കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീമിൽ ഗബ്രി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ച തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, 2 ആളുകൾ പുറത്തേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യം പുറത്തേക്ക് പോകാൻ തയ്യാറായത് ഗബ്രി ആയിരുന്നു. അങ്ങനെ ഇറങ്ങി കൊടുത്തത് കൊണ്ടാണല്ലോ എവിക്ഷന്റെ നോമിനേഷനിലേക്ക് വന്നത്. പവർ ടീം അംഗങ്ങൾ എവിക്റ്റ് ആകില്ലല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഗബ്രി എടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഗബ്രിക്ക് ഇനിയും കുറച്ചും കൂടെ ഗെയിം കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയേനെ. അങ്ങനെ ഗബ്രിന്റെ കൂടെ പടിയിറങ്ങിയ ഒരാളായിരുന്നല്ലോ ഋഷി. അങ്ങനെ ഋഷിയെയും എഴുന്നേറ്റ് നിർത്തി ചോദിക്കുകയാണ്. ഋഷി എനിക്കൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഋഷിക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരോടും പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം ലാലേട്ടൻ ചോദിക്കുകയാണ്. എല്ലാവരും പറയുന്നത് വളരെ തണുത്തൊരു പവർ ടീമായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച നടന്ന അവസാനത്തെ ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയാണ്. അറിയാലോ, സോൾജിയർ ടാസ്ക്, ബോംബർ ഇന്ന ടാസ്ക്. അതിൽ നമുക്കറിയാം ഋഷിയും നോറയും അടങ്ങുന്ന ടീം ടണലാണ് വിജയിച്ചത്. ആ ടാസ്ക് കണ്ടവർക്ക് അറിയാം, അത് വിജയിക്കാൻ പ്രധാന കാരണക്കാരനായിട്ടുള്ളത് ഋഷി ആയിരുന്നു എന്നുള്ളത്. കാരണം ഋഷിന്റെ അത്രോ വേറെ ലെവലായിരുന്നു. അപ്പൊ ലാലേട്ടൻ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ടാസ്കിൽ ബെസ്റ്റ് സോൾജിയർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അത് ആരായിരിക്കും എന്നുള്ളത് ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഋഷി എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് ഋഷി എന്നുള്ളതാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണ്, ലാലേട്ടൻ ആർക്ക് കൊടുത്തെന്ന് അറിയോ? ആ വ്യക്തിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഗെയിം അൺപ്രഡിക്റ്റബിൾ ആണ്, ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണെന്നും പറഞ്ഞ്. ആ പറഞ്ഞിട്ട് നേരെ എന്താക്കാണ്, നോറിന്റെ കൈ കൊണ്ട് കൊടുക്കുകയാണ് ഈ അവാർഡ്. എനിക്കത് തീരെ പിടിച്ചില്ല കേട്ടോ. ഇതൊരുമാതിരി അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ മാറ്റി വേറെ ആൾക്ക് കൊടുത്ത മാതിരിയായി പോയി. അതൊരുമാതിരി അൺഫെയർ അവാർഡിങ് പോലെ തോന്നി കേട്ടോ. ഏറ്റവും അർഹം ഋഷി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അറിയാലോ, കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളിലെല്ലാം ജഡ്ജായി നിന്നത് രതീഷ് ആയിരുന്നു. അങ്ങനെ രതീഷിനെ കുറിച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നു. അങ്ങനെ മോസ്റ്റ് ഓഫ് ആളുകളും പറഞ്ഞ അഭിപ്രായം എന്താ, രതീഷ് ജിൻഡോന്റെ ടീമിന് ഫേവർ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. രതീഷ് ആണെങ്കിൽ അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ജിൻഡോയോട് തന്റെ ടീമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം ജിൻഡോ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. സെലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇവര് 3 നല്ല അർജുൻ, സിജോ, ഗബ്രി ഇങ്ങനെ 3 ടീമിടാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിലിട്ടാണ് ആള്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ടീമിൽ കണ്ട മനസ്സിലായോ? ഇങ്ങനെ ഒരു ടീം. അതെ, ലാലേട്ടൻ ചോദിച്ചത് ഒരു ഫെയർ ആയിട്ടുള്ള ചോദ്യം. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സംഭവം ജിൻഡോയും 3 പെൺമക്കളാണ്. ജിൻഡോയുടെ ടീമിൽ 3 പെണ്ണുങ്ങളാണുള്ളത്. അപ്പൊ പുള്ളിക്കാരന് ഭയങ്കര ആദ്യം ഫിസിക്കൽ ടാസ്കിലൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ടീം ഇട്ട വാടകയെ പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ ടാസ്കുകളാണ് ബിഗ് ബോസ് തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഇതിന് മറുപടി ആയിട്ട് ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ആദ്യം തൊട്ടേ പുള്ളിക്കാരൻ എന്റെ ടീം പോരാ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് നടന്നാൽ തന്നെ ടീം പോരാണ്ടായി പോകുന്നതാണ്. ആദ്യം വേണ്ടത് ഒരു കോൺഫിഡന്റ് അല്ലേ ടീമിൽ. അങ്ങനെ അത് കഴിഞ്ഞൊരു ഗെയിം ടാസ്ക് നടത്താണ്. എന്താണ് ആ ടാസ്ക്? അപ്സരനെ നേരെ ബിഗ് ബോസ് ഒരു സ്റ്റോർ റൂമിലേക്ക് വിളിച്ച് എന്നിട്ട് അവിടുന്ന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ ഓരോരുത്തരെയും സീക്രട്ട് ആയി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അവസാന ആളുടെ ചെവിയിൽ ആ സ്റ്റോറി എത്തല്ലോ, അത് ഏത് രീതിയിൽ എത്തുമെന്ന് പറയാം. അതാണ് ടാസ്ക്. നമുക്ക് ആദ്യം അപ്സരനെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ ആ കഥ ഒന്ന് കേട്ടോക്കാം. പണ്ട് ആലത്തൂരുള്ള അലക്കുകാരി യശോദ
സരയൂ പുഴയരികിൽ ചുവന്ന ദാവണിയിലെ കറുത്ത കറ കളയാനായി മഞ്ഞ കളറുള്ള പരിമളം സോപ്പിട്ട് അലക്കുന്ന സമയത്ത് പടിഞ്ഞാറ് നിന്ന് പഴുതാര മീശ വെച്ച് ബെൽബോട്ടം പാൻഡിട്ട് പ്രണയലോലുപനായി അതുവഴി വന്ന പൂമ്പാറ്റ ബസ്സിലെ കിളിയായ ചേനപ്പാടി സുഗുണൻ യശോദയോട് ചോദിച്ചു, പോരുന്നോ എന്റെ കൂടെ? അലക്കി വെളുത്ത കൈ നീട്ടിക്കാണിച്ച് അറ്റ്ലീസ്റ്റ് ഐ ഫൗണ്ട് മൈ മാൻ എന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് യശോദ സുഗുണന്റെ കൈപിടിച്ച് ദർബാർ രാഗത്തിൽ പാട്ടുപാടി യാത്ര തിരിച്ചു. ശിഷ്ടകാലം പൂവൻമലയുടെ താഴ്വാരത്ത് അരിക്കച്ചവടം നടത്തി 12 മക്കളും 24 കൊച്ചുമക്കളുമായി സുഖമായി ജീവിച്ചു പോകുന്നു. ഇതാണ് കഥ. കേൾക്കുമ്പോൾ തന്നെ തല അറിഞ്ഞല്ലേ, ജാതി കഥല്ലേ. ഈ കഥയാണ് കൈമാറി പോകേണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സീക്രട്ടായി വിളിച്ച് കൈമാറി അവസാനത്തേത് രതീഷേട്ടന്റെ കയ്യിലാണ്. അങ്ങനെ രതീഷേട്ടന്റെ ചെവിയിലെത്തിയപ്പോയേക്കും കഥയിലെ വന്ന മാറ്റങ്ങളൊന്നും നോക്കണം. യശോദയും സുഗുണനും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഈ യശോദ ഒരു ദിവസം ഒരു ദുർബല നിമിഷത്തിൽ ഛർദിച്ചു. അതെ, അപ്പോ യശോദയും സുഗുണൻ തമ്മിൽ എന്തായിരുന്നു ബന്ധം? അവിഹിതം എല്ലാവരും എന്ത് ബന്ധം? എജ്ജാതില്ലേ. മര്യാദയ്ക്ക് ഒരു കുഞ്ഞിനെ ചെല്ലില്ല. കല്യാണം കഴിഞ്ഞ 12 മക്കളായാലും കഴിയുന്ന 2 ആൾക്കാരാണ്. അവരെ പിടിച്ച് അവിതാക്കി മാറ്റി. വല്ലാത്തൊരു ആൾക്കാരെന്നെ കിട്ടും. ഒരു കാര്യം നമ്മൾ കൈമാറി വരുമ്പോൾ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കോമഡി ടാസ്ക് കേട്ടോ, അത് സമ്മതിച്ചത്. ഇമാതിരി ടാസ്കുകളൊക്കെയാണ് ശരിക്കും വേണ്ടത്. ശരിക്കും ചിരിച്ചൊരു വൈക്കായി പോയി എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പ്രധാന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. എവിക്ഷൻ. അതെ, ഒരാൾ പുറത്തു പോവുകയാണ്. ആരാണ് അയാൾ? 4 പേരെയാണ് ഇന്നലെ എവിക്ഷനിലേക്ക് ലാലേട്ടൻ ഇട്ടത്. ആരൊക്കെയാണ്? ഋഷി, അൻസിബ, ഗബ്രി, ജാസ്മിൻ. ഈ 4 പേരെയും ലാലേട്ടനെ എഴുന്നേറ്റ് നിർത്തിക്കുകയാണ്. എന്നിട്ട് എന്താക്കാണ്? 4 പേരെയും ഗാർഡൻ ഏരിയ കൊണ്ടുപോയി നിർത്താണ്. ഈ 4 പേരുടെ മുന്നിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 2 പേരുണ്ട്. ആ 2 പേര് രക്ഷപ്പെടുന്നതാണ്. അങ്ങനെ അൻസിബ വന്ന ആ ബോക്സ് തുറക്കാണ്. അതിലെ 2 പേര് ആരതൊക്കെയാണ്? ഹൻസിബന്റെയും ഋഷിന്റേതാണ്. അങ്ങനെ ഹൻസിബ് ഋഷിയും സേവ് ആയി എന്നുള്ളതാണ്. ഇനി 2 പേർ അല്ലെ, ജാസ്മിനും ഗബ്രിയും. ഇതിൽ ഏതെങ്കിലും ഒരാൾ പുറത്താണ്. അങ്ങനെ 2 പേരെയും ഒരു സീക്രട്ട് റൂമിലേക്ക് ലാലേട്ടൻ മാറ്റാണ്. അങ്ങനെ 2 പേരെയും ഒരു സീക്രട്ട് റൂമിലേക്ക് ബിഗ് ബോസ് മാറ്റാണ്. അങ്ങനെ കയറി തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്. ശ്രദ്ധിക്കുക, നിങ്ങളിൽ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ പുറത്താണ്. ഇത് കേട്ടതോടെ ജാസ്മിന് റിലേ കട്ടായി എന്നുള്ളത്. അയ്യോ, എന്നെ കൂടെ ഇത് പറ്റില്ല, ഗബ്രി ഇല്ലാതെ എനിക്കിത് പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടി നടക്കാണ്. അവിടെ ഓടി ഒരുമാതിരി നിലാവ് തേച്ചിട്ട് കോയിന്റെ അവസ്ഥയായിരുന്നു. ഗബ്രി ആണെങ്കിലും മിണ്ടാതെ അവിടെ ചിരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസിന് അടുത്ത അനൗൺസ്മെന്റ് വരാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുന്നിൽ ഒരു കർട്ടൻ ഉണ്ട്. ആ കർട്ടന് മുന്നിൽ ഒരാളുടെ ചിത്രമുണ്ട്. 2 പേരും അങ്ങോട്ട് ചെന്ന് ആ കർട്ടൻ നീക്കുക. അതിന് പിന്നിലുള്ള ചിത്രം ആരുടേതാണോ അവർ പുറത്താകുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാസ്മിനും ഗബ്രിയും കർട്ടൻ നീക്കാൻ പോകുന്നുണ്ട്. കർട്ടൻ നീക്കുന്ന സമയത്ത് ജാസ്മിനും ഗബ്രിനും ഒരു നോട്ടം നോക്കുന്നുണ്ട്. മക്കളെ, നമുക്ക് നിലാന്ന് കണ്ടോക്കാം. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പറയുമ്പോൾ എന്റെ ശ്രദ്ധ അവിടെ നിന്നാണ്. ജാസ്മിൻ ആ നോട്ടത്തിലാണ്. എന്താ നോട്ടല്ലേ? എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് കുറച്ച് പൈസ അധികം ജാസ്മിന് ഇതിന് കൊടുക്കണം എന്നുള്ളതാണ്. അജാതി നോട്ടല്ല നോക്കുന്നത്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാം. ഗബ്രി എവിക്റ്റ് ആയി എന്ന് അറിഞ്ഞപ്പോൾ ജാസ്മിന് നിക്കക്കള്ളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കണല്ലേ. പക്ഷെ അന്നേരമുള്ള ഗബ്രിന്റെ മോന്തങ്ങളൊന്ന് നോക്കണേ. ബിഗ് ബോസ് ഒരാൾ ചിരിച്ചിരിക്കാറ്. അയ്യേ പോയേ എന്നുള്ള രീതിയിലല്ലേ. കഴിച്ചലായി മക്കളെ, ജാസ്മിന്റെ അടുത്തുനിന്ന് കഴിച്ചലായി എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടല്ലേ. എനിക്കൊന്ന് അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. എന്താ ചിരി മച്ചാൻ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി ഗബ്രിനെ ശ്രദ്ധിക്കുന്നത്. അനാവശ്യമായി ജാസ്മിനോട് ദേഷ്യം പിടിക്കുക, ജാസ്മിനെ അകറ്റി നിർത്തുക, ജാസ്മിൻ എങ്ങനെയും മാറ്റി നിർത്തണം എന്നുള്ള അപ്രോച്ച് ആയിരുന്നു ഗബ്രിക്ക്. അതിന്റെ കൂട്ടത്തിൽ എവിക്ഷനിലുള്ള ഈ സന്തോഷം കൂടി കൂട്ടി വെക്കുന്ന സമയത്ത് എന്തൊക്കെയോ മച്ചാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പിടി തരാത്ത ക്യാരക്ടർ അല്ലേ. ഇനി അതിനേക്കാളും പിടി തരാത്ത ഒരു കാര്യം പുള്ളിക്കാരൻ അതിനുശേഷം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയോ? ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ വീട്ടുകാരുടെ യാത്ര പോലും പറയാൻ അനുവദിക്കാതെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ഗബ്രിനെ. അങ്ങനെ സ്റ്റേജിൽ നിന്ന് TV-യിൽ എല്ലാവരുടെ യാത്ര പറയാൻ ഗബ്രിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അന്നേരം ഗബ്രി ചെയ്തൊരു പണികളൊന്നും നോക്കണേ. ഉണ്ടാക്കാൻ പറ്റി. സിജോ പറഞ്ഞ പോലെ തന്നെ നടന്നു. അപ്സര, ശ്രീതു, അർജുൻ, റസ്മിൻ, നോറ, അഭിഷേക് എല്ലാവരും. അത് എന്താണ് ജാസ്മിന്റെ പേര് പോലും പറയാത്തത്? ഓരോരുത്തരും പേരെടുത്ത് പറയുന്നുണ്ട്, പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറയില്ല എന്നുള്ളതാണ്. അത് മോശമായി പോയി. ഇത്രയും ചെയ്തെന്ന് ഒരാളോട് നന്ദി പോലും പറയാൻ അവിടെ നിന്ന് ഇറങ്ങി പോരാന്ന് പറയുന്നത് വളരെ മോശം. ചിലപ്പോൾ യാത്ര പറയാൻ പറ്റാത്തതുകൊണ്ടാകും, എന്നാലും അത് വേണ്ടില്ലായിരുന്നു. അത്രയും സ്നേഹിച്ച ഒരാൾ, അത്രയും കൂടെ നിന്ന ഒരാൾ, സ്വന്തം കാമുകനെ പോലും വെറുപ്പിച്ച് കൂടെ നിന്നൊരു പെൺകുട്ടിയല്ലേ, എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശം ഗബ്രി. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗബ്രി പുറത്തായി. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഗബ്രിക്ക് പുറത്ത് നല്ല നെഗറ്റീവ് ആയിരിക്കും. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി 47 ദിവസം ഉണ്ട് ജാസ്മിന്. ജാസ്മിൻ നല്ലോണം ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ഈ ആക്കിയ നെഗറ്റീവ് മൊത്തം പോസിറ്റീവ് ആക്കി എടുക്കും. ഗബ്രി ആണെങ്കിലും കൊടുക്കുകയും ചെയ്യും. ഇതായിരിക്കും ഞാൻ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഗബ്രി പോയത് നന്നായി. കാരണം ജനങ്ങൾ ഇത്രയും വെറുത്തൊരു കോമ്പോ വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ ഗബ്രി ഇല്ലാണ്ട് ജാസ്മിൻ എങ്ങനെ ഗെയിം കളിക്കുന്നുള്ളത് കണ്ടറിയാം. ജാസ്മിൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഓപ്പർച്യൂണിറ്റി ഇനിയെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്നും പറയാനില്ല എനിക്ക്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം.